ഫ്രൈസൽ വെർബിൽ അടുത്ത കുറച്ച് ഫ്രൈസൽ വെർബാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഫ്രൈസൽ വെർബുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്ത കുറച്ച് ഫ്രൈസൽ വെർബ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയേ, ബ്രിങ് ഇൻ എന്ന് പറയുന്ന ഫ്രൈസൽ വെർബിന് അർത്ഥം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് എന്നാണ്. അപ്പോൾ ബ്രിങ് ഇൻ എന്ന് പറയുന്ന ഫ്രൈസൽ വെർബിന് അർത്ഥം ഇൻട്രൊഡ്യൂസ് എന്നുള്ളതാണ്. അപ്പം എന്താണ് ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ബ്രിങ് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരികയാണ് അല്ലെ, ബ്രിങ് ചെയ്തുകൊണ്ട് വരികയാണ്. ബ്രിങ് ഇൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ ബ്രിങ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം? ബ്രിങ് ഇൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന വസ്തു ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയാം. അടുത്തത് ബ്രിങ് ഓഫ് എന്ന് പറഞ്ഞാൽ ടു അച്ചീവ് സംതിങ് എന്നുള്ളതാണ്. അപ്പോൾ ബ്രിങ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ചീവ് സംതിങ് എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ റിലേറ്റ് ചെയ്യാം? ബ്രിങ് ഓഫ് ആണ്. അതായത് ബ്രിങ് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഓഫ് കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ ബ്രിങ് ഓഫ്, അതായത് നമുക്കൊരു ഓഫ് കിട്ടി, ബ്രിങ് ചെയ്തു എന്ന് വെച്ചാൽ കിട്ടി. അപ്പോൾ നമുക്കൊരു ഓഫ് കിട്ടി. അപ്പോൾ ഓഫ് കിട്ടുന്ന സമയത്ത് നമുക്ക് മാക്സിമം വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ടു അച്ചീവ് സംതിങ്, എന്തെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബ്രിങ് ഓഫ് എന്ന് പറയുന്നത് ഓഫ് ടൈം കിട്ടുന്ന സമയത്ത് നമുക്ക് മാക്സിമം ബ്രിങ് ചെയ്ത്, അല്ലെങ്കിൽ മാക്സിമം നമ്മളെ തന്നെ ബ്രിങ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അടുത്തത് ബ്രിങ് ബാക്ക്, അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണല്ലോ. ബ്രിങ് ബാക്ക് ചെയ്യാന്ന് വെച്ചാൽ റിട്ടേൺ ചെയ്യുക, തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രിങ് ഡൗൺ അതും നമുക്ക് റിലേറ്റ് ചെയ്യാം. ബ്രിങ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ബ്രിങ് ഫോർത്ത് ആണ്. ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബ്രിങ് ഫോർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിങ് ഫോർത്തിന്റെ അർത്ഥം എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബ്രിങ് ഫോർത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പുട്ട് ഫോർത്ത് എന്ന് പറയുന്നത്. പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തത്? ഫോർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പുട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ പുട്ട് 4 പേർക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ് അവിടെ കോഡ് പഠിച്ചത്. ഇതും അതുപോലെ തന്നെയാണ്. നമ്മൾ 4 പേർക്ക് ഒരു വസ്തു ബ്രിങ് ചെയ്തു അല്ലെങ്കിൽ വസ്തു പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതേ മീനിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് എന്നാണ് അർത്ഥം വരുന്നത്. അടുത്തത് ബ്രിങ് ഓൺ ആണ്. അപ്പോൾ ബ്രിങ് ഓൺ എന്ന് പറയുമ്പോൾ എന്താണ്? ടു കോസ് സംതിങ് എന്നുള്ളതാണ് ബ്രിങ് ഓൺ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിങ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കോസ് സംതിങ്. അതൊക്കെ ജസ്റ്റ് പഠിച്ചു വെച്ചിരുന്നാലേ പറ്റുള്ളൂ കേട്ടോ. എന്നൊക്കെ ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ പബ്ലിഷ് എന്നാണ് അർത്ഥം. അതായത് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? പുറത്തേക്ക് വരിക. അപ്പോൾ ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പബ്ലിഷ് ചെയ്ത് വന്നു, അങ്ങനെ നമുക്ക് പറയാം. ബ്രിങ് ഓവർ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചില കാര്യം ഓവറായ സമയത്ത്, ഓവറായിട്ട് നമ്മളത് ബ്രിങ് ചെയ്ത സമയത്ത് അത് ഇത്തിരി ഓവറാണെന്ന് തോന്നിയപ്പോൾ നമ്മളത് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു, മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അതാണ് ബ്രിങ് ഓവർ വെച്ച് പറയാം. അപ്പോൾ ബ്രിങ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ എടുത്തുകൊണ്ട് വന്ന സാധനം, അതായത് ബ്രിങ് ചെയ്തുകൊണ്ട് വന്ന സാധനം കുറച്ച് ഓവറാണെന്ന് തോന്നിയപ്പോൾ നമ്മളത് കൺവേർട്ട് ചെയ്ത് വേറൊരു രീതിയിലോട്ട് മാറ്റി എന്ന് ആലോചിച്ചാൽ മതി. ഇനി ബ്രിങ് ത്രൂ എന്ന് പറയും. അപ്പോൾ ബ്രിങ് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബ്രിങ് ചെയ്തുകൊണ്ട് വന്ന സാധനം ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാലോചിച്ചാൽ മതി. ഇനി ബ്രിങ് അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫീറ്റ് ആണ്. അതായത് ബ്രിങ് അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫീറ്റ്. അത് ആലോചിച്ച് വെച്ചിരിക്കുക. ബ്രിങ് അപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? റൈസ് ചെയ്യുക. അപ്പ് ചെയ്യാന്ന് വെച്ചാൽ മുകളിലേക്ക് ഉയർന്നു വരിക. അപ്പം ബ്രിങ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്? റൈസ് ചെയ്യുക എന്നുള്ളതാണ് ബ്രിങ് അപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ. ഈ പുട്ടപ്പ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? റൈസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പുട്ടപ്പ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? റൈസ് ചെയ്യാന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? റൈസ് ചെയ്യാന്ന് തന്നെയാണ് മീനിങ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ബ്രിങ് ഇൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മളൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയാം. ബ്രിങ് ഓഫ് എന്ന് പറയുന്നത് എന്താണ്? ടു അച്ചീവ് സംതിങ് എന്നുള്ളതാണ്. ബ്രിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ. ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡ്യൂസ്. ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസ്. ബ്രിങ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കോസ് സംതിങ്. അതുപോലെ ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിഷ്. ബ്രിങ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവേർട്ട് ചെയ്യുക. ബ്രിങ് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സേവ് ചെയ്യുക. ബ്രിങ് അണ്ടർ എന്ന് പറഞ്ഞാൽ ഡിഫീറ്റ്. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസ് ചെയ്യുക എന്നാണ് മീനിങ് വരുന്നത്. അടുത്തത് നമുക്ക് കമ്മുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എന്ത് നോക്കാം? ഫ്രൈസൽ വെർബ്സുകൾ നോക്കാം. കം എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഫൈൻഡ് ബൈ ചാൻസ് അല്ലെങ്കിൽ മീറ്റ് വിത്ത് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കം എക്രോസ് പറയുന്നത് പോലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരെണ്ണമാണ് എന്തെന്ന് പറയുന്നത്? പുട്ട് എക്രോസ് എന്ന് പറയുന്നത്. പുട്ട് എക്രോസ് എന്ന് വെച്ചാൽ എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ കം എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പോവുകയാണ്. അപ്പം പോവുക, വരിക, അങ്ങനെയൊക്കെ പറയാം. അപ്പം നമ്മൾ ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഒരാളെ മീറ്റ് ചെയ്തു.
അപ്പോൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ബൈ ചാൻസിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയതാണ്, അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ടു ഫൈൻഡ് ബൈ ചാൻസ്, അതായത് ബൈ ചാൻസിൽ ഞാൻ അയാളെ കണ്ടെത്തി അല്ലെങ്കിൽ അയാളെ മീറ്റ് ചെയ്തു. മീറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ പുട്ട് അക്രോസ് ആകുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്ത് വെക്കാം. കം അക്രോസ് ആകുമ്പോഴത്തേക്ക് ടു ഫൈൻഡ് ബൈ ചാൻസ് ഓർ മീറ്റ് വിത്ത് എന്ന് പറയാം. അതായത് ഞാനിപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ ആ സമയത്ത് ഞാൻ ഒരാളെ ബൈ ചാൻസിൽ മീറ്റ് ചെയ്തു അല്ലെങ്കിൽ കണ്ടു എന്ന് പറയാനാണ് കം അക്രോസ് ഉപയോഗിക്കുന്നത്. ഇനി കം അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബിഗിൻ ടു ഗ്രോ, അതായത് വളരുക എന്ന് പറയുന്നത് തന്നെയാണ്, റേസ് ചെയ്യുക എന്ന് തന്നെയാണ് കം അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാത്തിലും സിമിലർ ആയിട്ടുള്ള വേസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബ്രേക്കപ്പിൽ മാത്രം വ്യത്യാസമുണ്ട്. കം ടു ആൻ എൻഡ് എന്ന് പറയും. അതേസമയം പുട്ടപ്പ് എന്ന് പറയുന്നത് എന്താണ്? പുട്ടപ്പ് ചെയ്യാന്ന് വെച്ചാലും റൈസ് എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുന്ന കം അപ്പ് എന്ന് പറഞ്ഞാലും എന്താണ്? ഏകദേശം ഒരു ബിഗിൻ ടു ഗ്രോ എന്ന്, വളരുക അല്ലെങ്കിൽ റൈസ് ചെയ്യാന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ബ്രിങ് അപ്പ് എന്ന് പറയുമ്പോഴും അവിടെയും നമ്മൾ വരുന്നത് ഏത് തന്നെയാണ്? ആ റൈസ് തന്നെയാണ് മീനിങ് വരുന്നത്. ഇനി അടുത്ത് നോക്കിയേ, കം അപ്പ് ടു റീച്ച് എന്നാണ്. കം അപ്പ് ടു, അതായത് കം അപ്പ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ ചേർത്ത് പഠിച്ചു വെച്ചിരിക്കുക, കം അപ്പ് ടു റീച്ച് എന്നുള്ളതാണ്. കം അപ്പ് ടു റീച്ച് എന്നുള്ളതാണ്. അടുത്തൊരു മീനിങ് ടു ഈക്വൽ, കം അപ്പ് ടു ഈക്വൽ എന്നും പറയാം. അതായത് കം അപ്പ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് കം അപ്പ് ടു ഈക്വൽ ലെവൽ, അതായത് ഒരേ ലെവലിൽ വെള്ളം വന്നു എന്ന് പറയുമ്പോൾ കം അപ്പ് ടുവിന് വേറൊരു അർത്ഥം എന്താണ്? ഈക്വൽ, തുല്യ അളവിലേക്ക് വരിക. അതുപോലെ റീച്ച് ചെയ്യുക, അതായത് എത്തിച്ചേരുക എന്നും അർത്ഥമുണ്ട്. കം ഡൗൺ എന്ന് പറയുന്നത് എന്താണ്? കൊളാപ്സ് ചെയ്ത് പോവുക. ഡൗൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഡിപ്രഷൻ, അങ്ങനെ താഴേക്ക് വരുന്ന ഒരു മീനിങ് അല്ലേ. അതായത് കം ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളാപ്സ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. കം എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പൻ എന്നുള്ളതാണ്. അപ്പോൾ കം എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പൻ ചെയ്യുക, സംഭവിക്കുക എന്ന അർത്ഥത്തിൽ വരുന്നതാണ് കം എബൌട്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ക്യാൻ യു ടെൽ മീ ഹൗ ദി ആക്സിഡന്റ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. EMRSന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ക്യാൻ യു ടെൽ മീ ഹൗ ദ ആക്സിഡന്റ് ഡാഷ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് അതിനകത്ത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കം എബൌട്ട് ഉണ്ടായിരുന്നു, കം അപ്പ് ഉണ്ടായിരുന്നു, കം ബൈ ഉണ്ടായിരുന്നു, കം ഡൗൺ ഉണ്ടായിരുന്നു. അപ്പോൾ കം ഡൗൺ എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ്? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, കൊളാപ്സ് ആണ്. കൊളാപ്സ് ആണ് ഇവിടുത്തെ അർത്ഥം. അതായത് ചോദിച്ചത് എന്താണ്? ക്യാൻ യു ടെൽ മീ ഹൗ ദി ആക്സിഡന്റ് ഹാപ്പൻഡ് എന്നുള്ളതാണ് ചോദിച്ചത്. എങ്ങനെയാണ് ആക്സിഡന്റ് സംഭവിച്ചത്? കം ഡൗൺ വരുവാണെങ്കിൽ കൊളാപ്സ് ആണ്, തെറ്റാണല്ലോ. ആണ്. കം ബൈ ആണ്. കം ബൈ ആണെങ്കിൽ ആൻസർ ഒപ്റ്റെയിൻ എന്നാണ് അർത്ഥം. അപ്പോൾ കമ്പൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഒപ്റ്റെയിൻ എന്നാണ് അർത്ഥം. അപ്പോൾ കമ്പൈ ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം ഒപ്റ്റെയിൻ, എങ്ങനെയാണ് ഈ ആക്സിഡന്റ് ഒപ്റ്റെയിൻ ചെയ്തത് എന്നല്ലല്ലോ നമുക്ക് ചോദിക്കാനുള്ളത്, ഹാപ്പൻ ചെയ്തു എന്നല്ലേ ചോദിക്കാനുള്ളത്. അപ്പോൾ കമ്പൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എടുക്കാനായിട്ട് പറ്റത്തില്ല. അടുത്ത ഒരെണ്ണം കമ്മപ്പ് ആണ്. അപ്പോൾ കമ്മപ്പ് എന്ന് വെച്ചാൽ എന്താണ്? റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ടു ബിഗിൻ ടു ഗ്രോ എന്നുള്ളതാണ്. ടു ബിഗിൻ ടു ഗ്രോ എന്നുള്ളതാണ്. അപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. പിന്നെ ഏതേ ഉള്ളൂ? കെയിം എബൌട്ട് എന്നേ ഉള്ളൂ. കം ആണെങ്കിലും കെയിം ആണെങ്കിലും സെയിം ആണ്. കെയിം എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പൻഡ് എന്നാണ് അല്ലേ. അപ്പോൾ ക്യാൻ യു ടെൽ മീ ഹൗ ദി ആക്സിഡന്റ് കെയിം എബൌട്ട് എന്ന് മതി. അതായത് ആക്സിഡന്റ് ഹാപ്പൻഡ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ, കം എബൌട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹാപ്പൻ ആണ്. കം എബൌട്ട് എന്നുള്ളത് കെയിം എബൌട്ട് എന്നാക്കിയാലും മതി കേട്ടോ. ഇനി കം ഓഫ് എന്ന് പറഞ്ഞാൽ ടു ബി സക്സസ്ഫുൾ എന്നുള്ളതാണ്. അപ്പോൾ കം ഓഫ് എന്ന് പറഞ്ഞാൽ ടു ബി സക്സസ്ഫുൾ എന്താണ്? നമുക്കൊരു ഓഫ് കിട്ടുന്ന സമയത്ത് നമുക്ക് എന്താണ്? സക്സസ്സിലോട്ട് പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യാം എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ കം എബൌട്ട് ഹാപ്പൻ എന്നുള്ളതാണെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കി വെക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ എബൌട്ട് നമ്മൾ സാധാരണഗതിയിൽ ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ, അത് എങ്ങനെ അത് കം ഔട്ട് ചെയ്തേ, അല്ലെങ്കിൽ എങ്ങനെ അത് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ അത് ഹാപ്പൻ ചെയ്തേ എന്ന് ചോദിക്കാൻ സാധാരണഗതിയിൽ എബൌട്ട് അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കം എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹാപ്പൻഡ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് പാസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നാലോളം ഒരു ഫ്രേസൽ വെർബ്സുകൾ നോക്കാം. പാസ് അവേ എന്ന് പറയുമ്പോൾ എന്താണ്? ഡൈ ചെയ്യുക, നമുക്കറിയാമല്ലോ, മരിക്കുക. ഇനി പാസ് ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പേ നോ അറ്റൻഷൻ എന്നുള്ളതാണ്. പാസ് ബൈ എന്ന് പറയുമ്പോൾ എന്താണ്? പേ നോ അറ്റൻഷൻ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഒരു സ്ഥലത്തൂടെ ഒരു സാധനം മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ പാസ് ചെയ്ത് പോകുമ്പോൾ നല്ല തിരക്കാണ്. ഒരു സാധനം മേടിക്കാനായിട്ട് ഞാൻ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ ഞാൻ ആരെയും നോക്കുന്നില്ല, ആർക്കും അറ്റൻഷൻ കൊടുക്കുന്നില്ല എന്നാലോചിച്ചാൽ മതി. ഇനി പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയിൻറ്റ് ആണ് അല്ലേ. അത് ഓർത്ത് വെച്ചിരിക്കുക. പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫെയിൻറ്റ് ആണ്. പാസ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്സെപ്റ്റഡ് ബൈ സംതിങ് എന്നുള്ളതാണ്. ഞാൻ പാസ് ഫോർ അക്സെപ്റ്റഡ് ബൈ സംതിങ് എന്ന് ചേർത്ത് പഠിച്ചു വെച്ചിരിക്കുക. ഞാൻ പാസ്സായത് എന്തിനാണ്? ചില കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്സായത് എന്ന് പഠിച്ചു വെച്ചിരിക്കുക. ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം.